ഹായ്, നമുക്കിന്നേ വേറെ ചേർത്ത് പറയാൻ നോക്കാം. വേറെന്ന് പറഞ്ഞാൽ എന്തോ WERE വേർ, ആയിരുന്നു എന്നാണ് അർത്ഥം. നമ്മൾ വാസ് പറഞ്ഞത് ഏതിന്റെ കൂടെ? സിംഗുലറിന്റെ കൂടെ, ഐയുടെ കൂടെയാണെന്ന് പറഞ്ഞ് വാസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബഹുവചനമായിട്ടുള്ള കർത്താവ് വരുമ്പോ ആയിരുന്നു എന്ന് പറയാൻ വേറാണ് ഉപയോഗിക്കുന്നത്. യു, ദേ, വി, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകൾ, ബഹുവചന സബ്ജക്റ്റ്. ദ ടീച്ചേഴ്സ് എന്ന സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ ദ ചിൽഡ്രൻ എന്ന് വന്നാൽ, അല്ലെങ്കിൽ രാജു ആൻഡ് രാധ എന്നൊക്കെ വരുമ്പം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി വാസാണ് ഉപയോഗിക്കുന്നത്. വാസല്ല, സോറി, വേർ. WERE വേർ, ആയിരുന്നു. ദേ വേർ ഹാപ്പി. ഉദാഹരണം: ദേ, അവർ, വേർ, ആയിരുന്നു, ഹാപ്പി, ഹാപ്പി ആയിരുന്നു. യു വേർ ബ്യൂട്ടിഫുൾ. നീ, ഇവിടെ യു ഇവിടെ സിംഗുലർ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഏകവചനമായിട്ട് ഉപയോഗിച്ചാലും ബഹുവചനമായിട്ട് ഉപയോഗിച്ചാലും യുവിന്റെ കൂടെ എപ്പോഴും ആയിരുന്നു എന്ന് പറയാൻ വേറെ ഉപയോഗിക്കത്തുള്ളൂ. യു വേർ ബ്യൂട്ടിഫുൾ. നീ സുന്ദരിയായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ. ഇപ്പം സുന്ദരി അല്ല. അങ്ങനെയൊക്കെ സുന്ദരി അല്ലെന്ന് എടുത്തു പറയാനല്ല, നീ സുന്ദരി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സുന്ദരി ആയിരുന്നു എന്നല്ല, ആയിരുന്നു എന്ന് പറയാം. ഓക്കെ. ദേ വേർ അറ്റ് ദ ബീച്ച്. അടുത്ത ഉദാഹരണം: ദേ വേർ അറ്റ് ദ ബീച്ച്. അവർ ബീച്ചിലായിരുന്നു. ആ സമയത്ത്, ആ സംഭവം നടക്കുന്ന സമയത്ത് അവർ ബീച്ചിലായിരുന്നു. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ദേ വേർ അറ്റ് ദ ബീച്ച്. ദേ വേർ അറ്റ് ദ ബീച്ച്. അടുത്തത് നോക്ക്: ദ ബേർഡ്സ് വേർ ഫ്ലൈ. പക്ഷികൾ പറക്കുകയായിരുന്നു. ഫ്ലൈ. ദ ബേർഡ്സ് വേർ ഫ്ലൈ. ഇതിനകത്തൊന്നുമില്ല. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വേറെ ചേർക്കുന്നു, ബാക്കി ചേർക്കുന്നു. അത്രേ ഉള്ളൂ. സബ്ജക്റ്റ് എഴുതുമ്പോൾ ഏതൊക്കെയാ വേണ്ടത്? ബഹുവചന സബ്ജക്റ്റിന്റെ കൂടെ യു. യു ചില സമയങ്ങളിൽ സിംഗുലർ ആണ്, അപ്പോഴും വേർ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് വേണം? വേറിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. അതെങ്ങനെ പറയാം? ദേ വേർ നോട്ട് ഹാപ്പി. അന്നത്തെ സംഭവത്തിൽ അവർ സന്തുഷ്ടരായിരുന്നില്ല. ദേ വേർ, അതിന്റെ കൂടെ നോട്ടും കൂടെ ചേർത്തു. ദേ വേർ നോട്ട് ഹാപ്പി. അവർ സന്തുഷ്ടരായിരുന്നില്ല, സന്തോഷവരായിരുന്നില്ല. പിന്നെ എന്തുവാ? ദേ വേർ നോട്ട് അറ്റ് ദ ബീച്ച്. അവർ ബീച്ചിൽ ആയിരുന്നില്ല. അന്നേരം അവർ ബീച്ചിൽ ആയിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു അപകടം നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്ന സമയത്ത് അവർ ബീച്ചിൽ ആയിരുന്നില്ല എന്ന് പറയാം. ദേ വേർ നോട്ട് അറ്റ് ദ ബീച്ച്. ദേ വേർ നോട്ട് അറ്റ് ദ ബീച്ച്. അവർ ബീച്ചിലായിരുന്നില്ല. അപ്പം പോസിറ്റീവ് ആക്കാൻ പഠിച്ചു, നെഗറ്റീവ് ആക്കാൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി എന്ത് വേണം? ആദ്യം വേർ ചേർക്കണം, പിന്നെ ഹെൽപ്പിംഗ് വെർബായ വേർ ചേർക്കണം, പിന്നെ സബ്ജക്റ്റ് ചേർക്കണം, ബാലൻസ് ചേർക്കണം, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വേർ ദേ, അവർ ആയിരുന്നു, ഇൻ ദ ഓഫീസ്. ഓഫീസിലായിരുന്നു. വേർ, WERE വേർ, ആയിരുന്നു. നമ്മൾ ആയിരുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് ഈ വേർ, മറ്റേ വേർ അല്ല. WHERE വേർ എവിടെ? അതല്ല. വേർ ദേ ഇൻ ദ ഓഫീസ്. അവർ ഓഫീസിനുള്ളിൽ ആയിരുന്നു. വേർ ദേ ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നു. വേർ ദേ ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നു, സന്തുഷ്ടരായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പക്ഷെ ഈ വേറും വാസും ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അതായത് സ്റ്റേറ്റ്, ഒരവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ, ഒരവസ്ഥയോ സിറ്റുവേഷനോ പറയുമ്പോൾ മാത്രമേ ഈ വാസ് കൊണ്ട് തുടങ്ങി ചോദ്യങ്ങൾ ചോദിക്കൂ. അല്ലാതെ ആക്ഷൻ വെർബ്സ് വരുന്ന, അതായത് നമ്മൾ ജോലികൾ ചെയ്യുന്ന വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന, വാക്കുകൾ വരുന്ന, വെർബുകൾ, ക്രിയ വരുന്ന സെന്റൻസ് പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ കൊണ്ട് തുടങ്ങത്തില്ല. പകരം ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ തുടക്കക്കാരെടുത്ത് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്നാലും ഒന്ന് പറയാം. ഡിഡ് ഷീ ഫിനിഷ് ദ വർക്ക്. ഡിഡ് ഷീ ഫിനിഷ് ദ വർക്ക്. അവൾ ജോലി പൂർത്തിയാക്കിയോ? ഡിഡ് വരുമ്പം V1 ഉപയോഗിക്കൂ. അവൾ ജോലി പൂർത്തിയാക്കിയോ എന്ന്. അത് പാസ്റ്റിൽ പൂർത്തിയാക്കിയിരുന്നോ, ആയോ എന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഡിഡ് യു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഗോ. ഡിഡ് യു ഗോ ടു ദ പാർട്ടി. ഡിഡ് യു ഗോ ടു ദ പാർട്ടി. നീ പാർട്ടിക്ക് പോയോ, പോയിരുന്നോ, അങ്ങനെ ചോദിക്കാം. അത് ഈ സ്റ്റേറ്റീവ് വെർബ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ
അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം എന്താ ഉപയോഗിക്കുന്നത്? വാസ് കൊണ്ട് തുടങ്ങും. അല്ലാതെ ആക്ഷൻ വെർബ്സ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യത്തില്ല? വാസ് തുടക്കത്തിൽ ചേർക്കത്തില്ല, പകരം ഡിഡ് ആണ് ചേർക്കുന്നത്. ഡിഡ് ചേർത്തിട്ട് V1 ചേർത്താ പറയുന്നത്. അതിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഈ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കുക സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏതാ ഉദാഹരണം പറഞ്ഞാൽ, ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ. അതൊരു സാങ്കല്പിക കാര്യം, ആഗ്രഹം. ഇഫ് ചേർക്കും, സബ്ജക്റ്റ് ചേർക്കും, വെയർ എ ബേർഡ്. ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ. വേറൊന്ന് പറയാം, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് വെയർ മൈൻ, അത് എന്റേതായിരുന്നെങ്കിൽ. ആ കാറ്, ആ ലംബോർഗിനി അല്ലെങ്കിൽ ആ എന്താ പറയുന്നത് BMW എന്റേതായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാൻ പറ്റൂലേ? അതേ കണക്ക് സാങ്കല്പിക കാര്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ പറയാൻ വേണ്ടി പറയുമ്പോൾ വേറെ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴേ ഏതെങ്കിലുമൊക്കെ സെന്റൻസ് കമന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. മനസ്സിലായല്ലോ? വേറെ ഉപയോഗിച്ച് പോസിറ്റീവ് സെന്റൻസ് ആയി, നെഗറ്റീവ് സെന്റൻസ് ആയി, ക്വസ്റ്റ്യൻ ആയി. ഓക്കെ.